എല്ലാവർക്കും നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇന്നത്തെ ദിവസത്തെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണ്, മെസ്സേജസ് എന്താണെന്ന് അറിയാനാണ്. യൂണിവേഴ്സ് ഗിവ് മീ ദ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. സോർട്സ്, സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. Ace of Wands, Empress. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്, ഇന്നത്തെ ദിവസം ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ വേൾഡ് കാർഡ് എന്നാണ്. അതായത് ഇന്നത്തെ ദിവസം നമുക്കൊരു ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരിക്കും. പലരും ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നൊരു ദിവസമാണിത്. ചിലർക്ക് നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം കൈവരിക്കുന്ന ഒരു ദിവസമായിരിക്കാം. ചിലപ്പോൾ അവർ പരീക്ഷകൾ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയതിൻ്റെ ഒരു സന്തോഷമാകാം. ചില ആളുകൾക്ക് മക്കൾക്ക് വല്ല ജോലി ലഭിച്ചതിൻ്റെ ഒരു സന്തോഷമാവാം. ചില ആളുകൾക്ക് നിങ്ങളുടെ മക്കൾ വല്ല വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി കുറേ നാളുകളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അതിനുള്ള അനുമതി ലഭിക്കുന്നതിൻ്റെ ഒരു എനർജിയും കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പം കുട്ടികളിപ്പോൾ ചെറിയ മക്കളാണെങ്കിൽ തന്നെ അവർക്കുണ്ടാകുന്ന കുഞ്ഞു നേട്ടങ്ങൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു അച്ചീവ്മെൻറ്റിനേക്കാളും കൂടുതൽ നമുക്ക് സന്തോഷം തരുന്ന അവരുടെ ഒരു അച്ചീവ്മെൻറ്റിനാണ്. അപ്പോൾ എങ്ങനെയായാലും അങ്ങനെയുള്ള കുറേ സന്തോഷങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമാണെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് വിവാഹം തീരുമാനിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. വിവാഹ നിശ്ചയമോ അല്ലെങ്കിൽ വിവാഹം തീരുമാനിക്കുന്ന ഒരു എനർജി ഉണ്ട്. ചില ആളുകൾക്ക് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യുന്ന ഒരു സന്തോഷമാകാം. മൈൽ സ്റ്റോൺസ് സെറ്റ് ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷമാകാം. എന്തായാലും നല്ലൊരു സംതൃപ്തി കിട്ടുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ആ എനർജിയിൽ തന്നെ എല്ലാവരും നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്തത് 8 ഓഫ് പെന്റക്കിൾസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഫിനാൻഷ്യലി സ്ട്രെങ്ത് തരുന്നു എന്നാണ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇന്നത്തെ ദിവസം നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. കൂടുതൽ എഫേർട്ട് ഇട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒരു ഒരു അച്ചീവ്മെൻറ്റിലേക്ക് ഫിനാൻഷ്യൽ ഗോള് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ചില ആളുകൾ ഇത് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ചിലപ്പോൾ വിദേശത്ത് പോകാനുള്ള അനുമതി കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫണ്ട് റൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 8 ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. ഇത് പറയുന്നത് പ്രവാസ ജീവിതമാണ് ഈ കാർഡ് കാണിക്കുന്നത്. അത് വിദേശത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നു, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതും ലിമിറ്റഡ് സമയത്തിനുള്ളിൽ, ഇന്ന സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു എനർജി ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിലും വളരെ ഉത്സാഹത്തോടും കൂടി ചെയ്താലേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. നിങ്ങൾ വിദേശത്ത് പോകുന്ന അങ്ങനത്തെ ഒരു എനർജിയുള്ള ആളുകൾക്ക് പ്രവാസ ജീവിതം ഒരു പുനർജന്മമാണെന്ന് പറയുന്നത്. പുതിയൊരു ജന്മം കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയായിരിക്കും അത്. ഇന്നത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടക്കാനുള്ള വഴി യൂണിവേഴ്സായിട്ട് കാണിച്ചു തരും എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊക്കെ മാറി ഒരു നല്ലൊരു ഉന്മേഷവും ഉത്സാഹവും എല്ലാം ചെയ്യാനുള്ളൊരു
ആഗ്രഹവും പ്രതീക്ഷയൊക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അടുത്തത് ഹാങ്ഡ് മാൻ ആണ്. നിങ്ങൾ ഇന്നൊരു പുതിയ കാഴ്ചപ്പാടോടെ എല്ലാ കാര്യങ്ങളും സമീപിക്കുന്നു. ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എല്ലാവരോടും ഫോർഗീവ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതായത് നിങ്ങൾ ചിലപ്പോൾ ചില ആളുകളോട് എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ മനസ്സിൽ കൊണ്ടുനടന്ന ആളുകളായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ അതൊക്കെ മാറ്റി വെച്ച് എല്ലാവരോടും ഫോർഗീവ് ചെയ്ത് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ ചേഞ്ച് ആവുന്നു. നമ്മൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറുന്ന ഒരു എനർജി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അടുത്തത് ഏസ് ഓഫ് വൺസ് ആണ്. ഇന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്യാനും നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയാലാണ് നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കത് കൂടുതൽ അച്ചീവബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ ചില ആൾക്കാർ എടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. അടുത്തത് എംബറസിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു എന്താ പറയുക, ഒരു സ്നേഹവും പരിലാളനയൊക്കെ കിട്ടാൻ കൂടുതൽ കിട്ടാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ താല്പര്യം വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങുന്നതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുകയോ അല്ലാതെ വാങ്ങാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ മെറ്റീരിയലിസ്റ്റിക്കായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ അതിനകത്ത് സന്തോഷിക്കുന്ന ഒരു എനർജിയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.